ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമുക്ക് കുറച്ച് വർക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് ചെയ്യണം. പിന്നെ നമുക്ക് ഒന്ന് പുറത്ത് പോകണം. അപ്പോൾ കുറച്ച് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗും കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചുടനെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് വെള്ളമാണ്. വെള്ളം ഒരു 1 ലിറ്റർ ഞാൻ കുപ്പിയിലെടുക്കും, എന്നിട്ട് അത് തീരുന്നവരെ കുടിച്ചുകൊണ്ടിരിക്കും. അതാണ് ഫസ്റ്റായിട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വീട്ടിൽ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്, അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, അപ്പോൾ അതിനെല്ലാം വെള്ളം ഒഴിച്ചിട്ട് വരാം. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. പുട്ടും ബീഫ് റോസ്റ്റുമാണ്. അപ്പോൾ നമുക്കത് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു 1 അവറൊക്കെ കഴിഞ്ഞ് കുറച്ച് സ്വീറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വീട്ടിലുള്ള ജോലികളെല്ലാം ഒതുക്കാം. അപ്പോൾ കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്തെടുക്കാം. ഇന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ളതും അതുപോലെ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളും എല്ലാം എഴുതിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് കഴിയുന്തോറും നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. രാവിലെ തന്നെ ഞാൻ സ്റ്റിച്ചിങ് റൂമിൽ കയറിയാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം റൂം ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് റൂം ക്ലീൻ ചെയ്യാതെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അപ്പോൾ ഞാൻ ഫസ്റ്റ് റൂമെല്ലാം ക്ലീൻ ചെയ്യും. കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുള്ള നൈറ്റിയുടെ പീസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്കൊരു കസ്റ്റമർക്ക് കൊടുക്കാനുണ്ട്. ഇത് ഇങ്ങനെ നൈറ്റി പീസായിട്ട് തന്നെ കൊടുക്കാനായിട്ടാണ്. അപ്പോൾ അത് നമുക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് വേറൊരു കസ്റ്റമർ തന്നതാണ്. ഒരു പലാസോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനാണ്. ഇത് പഴയ പർദ്ദയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ പഴയ പർദ്ദ ഉണ്ടെങ്കിൽ അത് വെറുതെ കളയാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു കസ്റ്റമർ നമുക്ക് തന്നാണ് പർദ്ദ നമുക്ക് പലാസോ പാൻറ്റ് ആക്കിയിട്ട് മാറ്റാനായിട്ട്. ഇത് നമ്മളൊരു ലൈൻ ടോപ്പ് ഒരു കസ്റ്റമർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോയൊക്കെ ഞാൻ ഉടനെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ട്രൈപോഡിൻ്റെ കാര്യം, ഇത് കഴിഞ്ഞ വ്ളോഗിൽ ഞാനിത് പൊട്ടിയതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലൊരു റിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് എല്ലാം കൂടി പൊട്ടി താഴെ വീണായിരുന്നു. ഫോണും എല്ലാം താഴെ പോയായിരുന്നു. അപ്പോൾ ആ ഒരു ഫോണിൻ്റെ ഹോൾഡർ ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് കണക്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സമയം ഇപ്പോൾ 2 മണിയായിട്ടുണ്ട്. ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ലഞ്ച് കഴിക്കാം. ലഞ്ച് ഞാൻ ബിരിയാണിയും ബീഫ് റോസ്റ്റും തന്നെയാണ് കഴിച്ചത്. ഇനി നമുക്ക് കുറച്ച് ഗാർഡനൊക്കെ നോക്കാം. ഞാൻ വൈകിട്ട് ഇങ്ങനെ ഗാർഡനൊക്കെ ഒന്ന് നോക്കാനായിട്ട് വെറുതെ നടക്കാനായിട്ട് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ക്യാബേജ് ഇവിടെ കായ്ച്ച നിപ്പുണ്ട്. കുഞ്ഞ് ക്യാബേജാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. പിന്നെ ഫുള്ള് ഓഫ് തക്കാളിയാണ്. അപ്പോൾ തക്കാളി ഒന്നും പറിക്കാറായിട്ടില്ല. അപ്പം ജസ്റ്റ് ഇതെല്ലാം ഒന്ന് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വരാം. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ കുഞ്ഞു കുഞ്ഞു ബഡ്സ് ഇതുപോലെ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പപ്പായയും കാച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു കസ്റ്റാർഡ് ആപ്പിൾ. ഇത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇത് നിറയെ മരം ഫുള്ള് കാച്ചു നിൽപ്പുണ്ട്, ഒന്നും പഴുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ഡ്രമ്മിൻ്റെ അകത്ത് കുറച്ച് ബ്രിഞ്ചിലൊക്കെ കാച്ചു നിൽപ്പുണ്ട്. കുറച്ച് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഇതാണ് വാട്ടർ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ചാമ്പക്കയുടെ വലിയ ചാമ്പക്കയുടെ ആ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് വാട്ടർ ആപ്പിൾ എന്നാണ്. അപ്പോൾ ഇത് നിറച്ച് കാച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ ചെറിയ ജാമ്പയും കായ്ച്ച് നിൽപ്പുണ്ടേ. അപ്പോൾ താഴെയുള്ള പോർഷൻ കംപ്ലീറ്റ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇനി മുകളിലത്തെ സെക്ഷനിലേക്ക് പോകാം. അവിടെ കുറച്ച് ബോഗൻ വില്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോഴും ഇതുപോലെ 1 ലിറ്റർ വെള്ളമായിട്ടാണ് കേട്ടോ പോകുന്നത്. നല്ല ചൂടുള്ള ടൈമാണ്. അപ്പോൾ നമ്മൾ ഡീഹൈഡ്രേറ്റ് ആവാൻ പാടില്ല. എപ്പോഴും നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് പലാസോ കട്ട് ചെയ്ത് വയ്ക്കാം. അവർ നമുക്ക് അളവൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് അതുപോലെ നമുക്ക് പലാസോ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്കൊരു വൈറ്റ് കളർ പ്രയർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈവനിങ് ഒരു ഔട്ടിങ്ങിന് പോകണം. ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രം പാളയത്താണ്. പാളയം പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ സാഫല്യം കോംപ്ലക്സിലേക്ക് പോകും. അപ്പോൾ നമുക്ക് കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ നേരെ പോയത് സാഫല്യം കോംപ്ലക്സിൻ്റെ അകത്ത് തന്നെ മിസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാൻസി ഷോപ്പിലാണ്. അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് വലിയ കമ്മലുകൾ, ബ്രൈഡൊക്കെ യൂസ് ചെയ്യുന്ന അത്രയും വലിയ കമ്മലുകൾ കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ വാങ്ങിയത് ഒരു കാജലും ഒരു ലിപ് ലൈനറും പിന്നെ കോമ്പാക്റ്റ് പൗഡറുമാണ് കേട്ടോ. പിന്നെ നമ്മുടെ മീറ്റപ്പൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ സംസമിൽ പോയിട്ട് ബിരിയാണിയും കഴിച്ചിട്ട് വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ. വീണ്ടും ഞാൻ 1 ലിറ്റർ വെള്ളം കൂടെ കുടിച്ചിട്ട് കിടന്നുറങ്ങിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്.